ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 2 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 2 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡെഫിനിഷൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേസസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 3 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ റൂൾ 3 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുക? റൂൾ 3 ഓഫ് കേസസ് ആക്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂളാണ് റൂൾ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ രജിസ്ട്രാർ റിഫ്യൂസസ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഡാഷ് ഡേയ്സ് കം സച്ച് റിഫ്യൂസൽ ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ റീസൺസ്. അതായത് രജിസ്ട്രാർ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കാരണം അറിയിക്കണം? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 7 days. 7 daysനുള്ളിൽ രജിസ്ട്രാർ ആ റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് കേസസ് ആക്ടിൽ പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഡീൽസ് വിത്ത് ഡാഷ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കേസസ് ആക്ടിൽ എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 27 ആൻഡ് റൂൾ 34. സെക്ഷൻ 27ലും റൂൾ 34ലും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയമാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാറം ഫോർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡാഷ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ ക്വാറം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 8 പേരാണ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കോറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം 2 ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ട് ഒരുപാട് ഫോംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫോം 2 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുക, അല്ലെങ്കിൽ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോം 2. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റിസീവ്ഡ്. ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റിസീവ്ഡ് ആണ് ഫോം 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ അതോറിറ്റി ടു എക്സിക്യൂട്ട് അവാർഡ് ഓർ ഡിഗ്രി. അവാർഡ് അല്ലെങ്കിൽ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സെയിൽ ഓഫീസർ. സെയിൽ ഓഫീസർ ഇസ് ദ അതോറിറ്റി ടു എക്സിക്യൂട്ട് അവാർഡ് ഓർ ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിട്ടി ലെഡ്ജർ കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ചിട്ടി ലെഡ്ജർ എത്ര നാളുകൾക്കാണ് സൂക്ഷിച്ചു വയ്ക്കുക? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 12 years. 12 വർഷത്തിനാണ് ചിട്ടി ലെഡ്ജർ കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഓഡിറ്റ് ഫീസ് ഈസ് റുപ്പീസ് ഡാഷ്. ഓഡിറ്റ് ഫീസ് മാക്സിമം എത്ര രൂപയാണ്? മാക്സിമം ഓഡിറ്റ് ഫീസ് ഈസ് റുപ്പീസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1 lakh. 1 ലക്ഷം രൂപയാണ് മാക്സിമം ഓഡിറ്റ് ഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സാം ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിൻ്റെ ചെയർമാൻ ആരാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സാംസ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞു പോവുക. അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസറിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.